സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ വിറ്റ VC 490-987 നമ്പർ ടിക്കറ്റിന്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പരിശോധന തുടരുമെന്ന് മേയർ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ദിവസത്തിനകം കാലവർഷം എത്തും. ഇത്തവണ സാധാരണയിൽ കവിഞ്ഞ് കനത്ത മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. ശ്രീനാരായണപുരം കല്ലുമുറം പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. ആലപ്പുഴയിൽ വിറ്റ VC 490987 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് VA 205272, VB 429992, VC 523085, VD 154182, VE 565485, VG 654490 എന്നീ നമ്പറുകൾ അർഹമായി. 42 ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ 15,110 ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാതെ ബാക്കിയായത്. 10 ലക്ഷം വീതം 6 പേർക്ക് മൂന്നാം സമ്മാനമായി ലഭിക്കും. 6 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് നാലാം സമ്മാനം. 10 കോടി ഒന്നാം സമ്മാനമുള്ള മൺസൂൺ ബമ്പർ ഇന്ന് പുറത്തിറങ്ങും. 250 രൂപയാണ് മൺസൂൺ ബമ്പർ ടിക്കറ്റിന്റെ വില. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. തൃശൂരിലെ പാർക്ക് ഹോട്ടൽ, വിഘ്നേശ്വര, കുക്ഡോർ, ചുരുട്ടി ടീ ഷോപ്പ്, കൊക്കാലയിലെ സ്വാദ ഫ്രൂട്ട്സ്, ഒല്ലൂരിലെ റോയൽ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടികൂടിയത്. പെരിഞ്ഞനത്ത ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റവരുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, പഞ്ചായത്ത് അംഗം CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K. അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പഞ്ചായത്തിന് കീഴിൽ പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോട്ടലിനെ നിരീക്ഷിക്കേണ്ടതും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പാണ് ആ ഹോട്ടലിൻ്റെ ആരോഗ്യപരമായ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഹോട്ടൽ അല്ലെങ്കിൽ അനുബന്ധ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും സ്കൂളുകളാണെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PEC കമ്മിറ്റി വിളിക്കുന്നത് പോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്ത് കമ്മിറ്റികൾ നിരന്തരമായി ഓരോ മാസവും കൂടുകയും ഈ പഞ്ചായത്തിലെ ആരോഗ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിലവിൽ തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം 2-3 ദിവസത്തിനകം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇത്തവണ സാധാരണയിലും കനത്ത കാലവർഷം ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ എളവള്ളി പഞ്ചായത്തിലെ അമ്പാട്ട് റോഡിൽ വീടുകളിൽ വെള്ളം കയറി. അരക്കുളത്തിൽ സുകുമാരൻ, നാലകത്ത് സലീം, പുറത്തൂർ മേരി തുടങ്ങിയവരുടെ വീടുകളിലും ചുങ്കത്ത് ടെൽസിന്റെ വാഹന പെയിന്റിംഗ് വർക്ക്ഷോപ്പിലുമാണ് വെള്ളം കയറിയത്. വർഷങ്ങളായി അമ്പാട്ട് റോഡിൽ വർഷകാലത്ത് വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണെന്നും പലതവണ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാര നടപടിയുണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു.
കൊടയാട്ടിപ്പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കലുങ്കിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് അപകടാവസ്ഥ കണ്ടെത്തിയത്. കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ്. പെരുമ്പുഴപ്പാടത്ത് ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലായത്. 1 മീറ്ററോളം വീതിയുള്ള വെള്ളമൊഴുകുന്ന കലുങ്കിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകളിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു വശത്തെ വലിയ തൂണ് പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ്. കലുങ്കിന്റെ ഉൾവശത്തും മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ്. കലുങ്കിന്റെ അടിയിൽ പല ഭാഗത്തും മുകൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കള തുറക്കാമെന്ന വെള്ളം വിടാനായിട്ട് വന്നതിന്റെ ഉള്ളിൽ ആ കാട് ഇതൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്ങലൊക്കെ ഇടിഞ്ഞെടുക്ക. ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി. സ്ലാബ് ഒരു ബീമ മാത്രം വെക്കണം, വേറെ പിടുത്തൊന്നുമില്ല. ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോകാൻ കഴിഞ്ഞാൽ സ്ലാബ് അങ്ങനെ വീഴും. വ്യാപ്തി കണ്ടതിന്റെ അടിയിൽ വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ. ഈ സൈഡില് 3 അടിയോളം ഉള്ളിലേക്ക് തുറന്നിട്ട് കിടക്കണ ഇടിഞ്ഞു പോയിട്ടുണ്ട് അവിടെ 2 സൈഡും. വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡാക്കിയ അപ്പൊ ഇടിക്കും അവിടെ. അങ്ങനെ ഭയങ്കര ഒരു അപകടാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണ സാധനം 2 സൈഡും. അത് അധികൃതർ ആരാണെങ്കിൽ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മഴ പെയ്ത വെള്ളം കൂടുമ്പോൾ കലുങ്കിന് ഉള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുകൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. ടോറസ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ റോഡിൽ കലുങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. TCV തൃശൂർ. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ശ്രീനാരായണപുരത്ത് കല്ലുംപുറം പ്രദേശവാസികൾ പൊരി ബസാറിൽ റോഡ് പണി തടഞ്ഞു. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവായി. 4 മാസത്തോളമായി കുടിവെള്ള വിതരണം ലഭിക്കാത്ത നിരവധി വീടുകളാണ് പ്രദേശത്തുള്ളത്. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് പണി തടഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് നാട്ടുകാരെയും കരാറുകാരന്റെ പ്രതിനിധികളെയും ചർച്ച നടത്തി. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. കാർഷിക സർവകലാശാല ഉന്നതാധികാര സമിതിയായ ജനറൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇൻചാർജ് വൈസ് ചാൻസലർ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിച്ചതായി ജനറൽ കൌൺസിൽ അംഗങ്ങൾ. തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ ബുധനാഴ്ച നടന്ന ബിരുദദാന ചടങ്ങാണ് ജനറൽ കൌൺസിലിലെയും അക്കാദമിക് കൌൺസിലിലെയും CPM കോൺഗ്രസ് അനുകൂല സംഘടനാംഗങ്ങൾ ബഹിഷ്കരിച്ചത്. ഇൻചാർജ് VC ഡോക്ടർ B അശോകിന്റെ അധികാര ദുർവിനിയോഗം കാർഷിക സർവകലാശാലയിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തകർത്തതായി കാർഷിക സർവകലാശാല ജനറൽ കൌൺസിൽ അംഗങ്ങളും അക്കാദമിക് കൌൺസിൽ അംഗങ്ങളും തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടത്തുവാൻ അംഗീകാരം നൽകേണ്ട ജനറൽ കൌൺസിലിനെ അറിയിക്കാതെയും ഭരണസമിതിയുടെ അംഗീകാരം ഇല്ലാതെയുമാണ് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ B അശോക് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അതിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ മറയാക്കുകയാണെന്നും ജനറൽ കൌൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. ബിരുദദാന ചടങ്ങിൽ നബാർഡ് ചെയർമാൻ KV ഷാജിക്ക് പിൻവാതിലിലൂടെ ഹോണററി ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് സയൻസ് നൽകാൻ സ്വീകരിച്ച മാർഗവും തെറ്റായ രീതിയിലാണ്. സ്പെഷ്യൽ കേസായി ഓണററി ഡോക്ടറേറ്റ് നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല. ഗവർണറുടെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽപ്പെടുന്നവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനുള്ള ഏജന്റായി കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് അധപ്പതിച്ചുവെന്ന് ജനറൽ കൌൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. UGC മാനദണ്ഡപ്രകാരം വൈസ് ചാൻസലറായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് ഡോക്ടർ B അശോക്. മന്ത്രിക്ക് പോലും കാർഷിക സർവകലാശാല നേരിടുന്ന പ്രശ്നത്തിൽ കാര്യക്ഷമമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. 800ഓളം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാഫല്യമായ ബിരുദദാന ചടങ്ങ് അലങ്കോലമാക്കേണ്ടെന്ന് കരുതിയാണ് നിയമ നടപടിക്ക് മുതിരാതിരുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ഡോക്ടർ PK സുരേഷ് കുമാർ, ഡോക്ടർ ബിനു N കമലോത്ഭവൻ, S സമ്പത്ത്, N കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ സ്ത്രീ പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയാണ് ബസ്സിൽ പ്രസവിച്ചത്. തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൽ വെച്ച് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ബസ്സിൽ തന്നെ യുവതിയെ അമല ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ച് ബസ്സിൽ കയറി ഡോക്ടറും നഴ്സും ചേർന്ന് പ്രസവമെടുത്തു. അമ്മയെയും പെൺകുഞ്ഞിനെയും സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റി. കരുവന്നൂർ പുഴയിലേക്ക് ചാടി വീണ്ടും ആത്മഹത്യാശ്രമം. മൂർക്കനാട് ഇല്ലീഗൽ റെഗുലേറ്ററിന് മുകളിലെ പാലത്തിൽ നിന്നാണ് ഒരാൾ പുഴയിലേക്ക് ചാടിയതായി പറയുന്നത്. സമീപത്ത്
ചൂണ്ടയിട്ടിരുന്നവരാണ് ഒരാൾ പാലത്തിന്റെ കൈവരികൾക്ക് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ഇദ്ദേഹത്തിന്റെ വാച്ചും കുടയും ചെരുപ്പും മറ്റും പാലത്തിൽ അഴിച്ചു വെച്ചാണ് പുഴയിലേക്ക് ചാടിയത്. നീല ഷർട്ടും കള്ളിമുണ്ടുമാണ് വേഷം. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പൊട്ടക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സമീപവാസിയായ കാണിപ്പയ്യൂർ സ്വദേശി ഇടവന വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 49 വയസ്സുള്ള ജഗതിയെയാണ് ഇന്നലെ വൈകിട്ട് കുളത്തിൽ കാണാതായത്. വസ്ത്രങ്ങൾ പാടവരമ്പത്ത് അഴിച്ചുവെച്ച നിലയിലായിരുന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മതലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏങ്കണ്ടി വീട്ടിൽ ഖദീജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി 1000 കരിമീൻ കുഞ്ഞുങ്ങളുമായാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. ഇല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5-6 ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം. ഫ്രീസർ മേടിച്ച് ഇതെല്ലാം വയറിംഗ് ഒക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് റാമ്പ് ഉണ്ടാക്കി എല്ലാതും കൂടെ ചെയ്തിട്ടുള്ളതാണ്. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡംഗം മോജെ ജിൻഡ്രി, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. 10 വർഷമായ ആനുകൂല്യങ്ങളും ശമ്പള വർധനവുമില്ല. ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാർ പ്രതിസന്ധിയിൽ. സമരപ്രക്ഷോഭങ്ങളുമായി CITU രംഗത്ത്. ജീവനക്കാരിൽ നിന്നും വിഹിതം പിരിച്ചെടുത്തിട്ട് പോലും PF, ESI, ഗ്രാറ്റുവിറ്റി, മറ്റ് ക്ഷേമ ഫണ്ടുകൾ എന്നിവയിലെല്ലാം സംഘം കുടിശ്ശിക വരുത്തി. ഇതോടെ 28 കോടിയോളം രൂപയാണ് നിലവിൽ കുടിശ്ശിക. ഇതുമൂലം സംഘത്തിൽ നിന്നും വിരമിച്ചവരും പിരിഞ്ഞവരുമടക്കം 200ഓളം പേരാണ് ആനുകൂല്യത്തിനു വേണ്ടി കാത്തുകഴിയുന്നത്. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി CITU കോടതിയെ സമീപിച്ചതോടെ ജൂൺ 8 നടത്താനിരുന്ന സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സംഘത്തിലെ ജീവനക്കാരനായിരുന്ന P. രാജേഷ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തതിൽ മനംനൊന്ത് ജീവനൊടുക്കിയിരുന്നു. അപകടം പറ്റിയും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നും അവധിയിലായിരുന്ന രാജേഷിനെ ജോലിയിൽ നിന്നും സംഘം പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ ജോലിക്ക് കയറ്റണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഭരണസമിതി ഈ ഉത്തരവ് തള്ളിക്കളഞ്ഞു. ഇതാണ് നിർധന കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയത്. ഭരണസമിതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന കുടുംബവും ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ CITUവും ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പിനുമടക്കം പരാതി നൽകിയിരിക്കുകയാണ് സംഘടന. സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK രാജേഷ്, ട്രഷറർ RV ഹരികുമാർ, ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. പാവറട്ടി ചുക്കു ബസാറിലെ വഴിയമ്പലം നാശത്തിന്റെ വക്കിൽ. ദശാബ്ദങ്ങൾക്ക് മുൻപ് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും ദാഹം അകറ്റുന്നതിനും തലച്ചുമടി ഇറക്കി വെക്കുന്നതിനും നിർമ്മിച്ച ഇടത്താവളമായിരുന്നു വഴിയമ്പലം. ഒറ്റമുറിയുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര കേടുവന്നതിനാൽ ഓടുകൾ വീണുപോയിട്ടുണ്ട്. വഴിയമ്പലം പരിസരം ഇപ്പോൾ കാടുപിടിച്ച നിലയിലാണ്. ചരിത്ര സ്മാരകങ്ങളുടെ ഭാഗമായി വഴിയമ്പലം സംരക്ഷിക്കണമെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറഞ്ഞു. അത് പൈതൃകത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ നാട്ടിലെ ഈ വഴിയമ്പലം സംരക്ഷിക്കപ്പെടണം. കാരണം ഇത് ഒരു പഴയ കാലത്ത് നിലനിന്നിരുന്ന വാണിജ്യത്തിൻ്റെയും മാത്രമല്ല അന്ന് കാലത്ത് നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെയും പുതിയ തലമുറയ്ക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രതീകമാണ്.
മുണ്ടത്തിക്കോട് പന്നിയെ പിടിക്കാൻ വെച്ച പടക്കം കടിച്ച് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. നെടിയടത്ത് അജിത്തിന്റെ ആളൊഴിഞ്ഞ പറമ്പിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടത്. സ്ഥല ഉടമയും കുടുംബവും മദ്രാസിലാണ് താമസം. പ്രദേശത്ത് പന്നിശല്യം വ്യാപകമായതിനെ തുടർന്ന് പന്നിക്ക് കെണിവെച്ചതാകാനാണ് സാധ്യത. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലൂറ്റുള്ള സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ AITC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻമന്ത്രി VS സുനിൽകുമാർ, VR സുനിൽകുമാർ MLA, KG ശിവാനന്ദൻ, KS വസന്തകുമാർ, CC വിപിൻ ചന്ദ്രൻ, MR അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തുകാരൻ എപ്പോഴും ഒരു നല്ല വായനക്കാരൻ കൂടിയാകണമെന്ന് സാഹിത്യകാരൻ P. സുരേന്ദ്രൻ പറഞ്ഞു. മുദ്ര സാംസ്കാരിക വേദിയുടെ സാഹിത്യ സദസ്സും ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ യുവസമൂഹം വായനയ്ക്കായി സമയം കണ്ടെത്തുന്നില്ല. ക്ലാസിക്കൽ സാഹിത്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും ഉറൂബിന്റെ സുന്ദരിയും സുന്ദരന്മാരും ഇന്നും നല്ല ക്ലാസിക്കൽ സൃഷ്ടികളായി മാറുന്നത്. പാവട്ടി പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മുദ്ര സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ P. സുരേന്ദ്രൻ പൊന്നാടയെ ഉപഹാരം നൽകി ആദരിച്ചു. കവി സുധാകരൻ പാവറട്ടി, നിരൂപകൻ പ്രസാദ് കാക്കശ്ശേരി, M. നളിൻ ബാബു, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, KK മനോജ്, ജെയ്സൺ ഗുരുവായൂർ, K. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഴ കനത്താൽ കുളമായി മാറി പെരുമ്പിലാവ് സെന്റർ. റോഡ് നവീകരണത്തിന് ശേഷവും സെന്ററിലെ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംസ്ഥാന പാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. കാലങ്ങളായുള്ള സ്ഥിതിയാണിത്. പ്രശ്നം രൂക്ഷമായതോടെ 4 വർഷം മുൻപ് പാതയുടെ ഒരു വശത്ത് പുതിയ കാന നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡിൽ ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിലേക്ക് കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. സംസ്ഥാന പാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അക്കിക്കാവ് സെന്ററിനും പെരുമ്പിലാവിനുമിടയിലുള്ള കലുങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലുങ്കിന്റെ പുനർനിർമ്മാണം. സംസ്ഥാനപാത വികസനം പാതിവഴി നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് അടുത്ത കാലത്തൊന്നും പരിഹാരമുണ്ടാകില്ല. TCV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി നെല്ലിവായ് മുരിങ്ങത്തേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 80 വയസ്സുള്ള ബാലാമണി അമ്മയെയാണ് വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡേജ് ഹോമിലേക്ക് മാറ്റിയത്. അവിവാഹിതയായ ബാലാമണിയമ്മ വർഷങ്ങളായി തനിച്ചാണ് താമസിക്കുന്നത്. പ്രായാധിക്യത്താൽ തനിച്ച് എഴുന്നേൽക്കാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ വിണ്ടുപൊട്ടി ചോർന്നലിക്കുന്ന അവസ്ഥയിലുമാണ്. വാർഡംഗം MP അജയൻ, പൊതുപ്രവർത്തകൻ KM അഷ്റഫ് എന്നിവർ ഇടപെട്ടാണ് ബാലാമണിയമ്മയെ വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡേജ് ഹോമിലേക്ക് മാറ്റിയത്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ബാലാമണിയമ്മയെ സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെങ്ങന്നൂർ നരേന്ദ്രഭൂഷൺ ട്രസ്റ്റിന്റെ മഹർഷി ദയാനന്ദ പുരസ്കാരം സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ വടക്കുംപാട് നാരായണന് സമ്മാനിച്ചു. നരേന്ദ്രഭൂഷന്റെ 87ാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വൈദിക ഗുരുകുലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. കമല നരേന്ദ്രഭൂഷൺ, വേദപ്രകാശ്, OS ഉണ്ണികൃഷ്ണൻ, മോഹൻ തൃപ്പൂണിത്തുറ, ഡോക്ടർ T. ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ജില്ലാതല കലോത്സവത്തിന് തൃശൂർ ടൗൺ ഹാളിൽ തുടക്കമായി. മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A. കവിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ SC നിർമ്മൽ, K. രാധാകൃഷ്ണൻ, KK പ്രസാദ്, സിജു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 7 ബ്ലോക്ക് തല ക്ലസ്റ്ററുകളിൽ നിന്നും വിജയികളായി എത്തിയ 800ഓളം കുടുംബശ്രീ കലാകാരികളാണ് 46 ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, തിരുവാതിര, ഒപ്പന തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യ ദിനം അരങ്ങിലെത്തിയത്. ടൗൺഹാൾ, ജവഹർ ബാലഭവൻ, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ നാളെ സമാപിക്കും.
ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനത്തിന് വെള്ളക്കെട്ട് ഭീഷണിയാകുന്നു. കനത്ത മഴയിൽ മോർച്ചറി കെട്ടിടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ കെട്ടിടത്തിലേക്ക് കടത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടു. ആശുപത്രി അധികൃതർ നഗരസഭയിൽ വിവരം അറിയിച്ചതോടെ മോർച്ചറി പറമ്പിൽ കുഴിയുണ്ടാക്കി മഴവെള്ളം ഒഴുക്കിവിടാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. ആശുപത്രി സൂപ്രണ്ട് വിവരം അറിയിച്ചുവെങ്കിലും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉചിതമായ നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. മണലൂർ പഞ്ചായത്ത് 18-ാം വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി. വാർഡംഗം ധർമ്മൻ പറത്താട്ടിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ, കാരമുക്ക് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് PB ജോഷി, ധനമോൻ മീത്തിപ്പറമ്പിൽ, വിനോദൻ വന്നേരി, PB ഹരിദാസൻ, വിനീത് പാറമേൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനവും ബഹുമാനപ്പെട്ട കുട്ടികൾക്ക് അതുപോലെ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്യുന്ന അനുവിന്ദ് KS +2 ഉന്നത വിജയ, അഞ്ജന രാജീവ്, സഞ്ജയ് PR, ഗുരുവായൂർ ഇരിങ്ങപ്പുറം ടീം ഓഫ് തിരുവോണം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിമുക്തഭടൻ രാജൻ വിതരണം നിർവഹിച്ചു. 60 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. അനി, സലേഷ്, രൂപേഷ്, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണം കാട്ടൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നില്ലെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC സെക്രട്ടറി ആന്റോ പെരുമ്പളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷത വഹിച്ചു. ജലീൽ കരിപ്പാക്കുളം, ബ്ലോക്ക് സെക്രട്ടറി MI അഷ്റഫ്, ജോമോൻ വലിയ വീട്ടിൽ, CL ജോയ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കയർ ഭൂവസ്ത്രമണിഞ്ഞ് മനോഹരമാകുകയാണ് അരിമ്പൂർ പാടശേഖരങ്ങളിലെ ബണ്ട് റോഡുകൾ. അരിമ്പൂർ പഞ്ചായത്തിലെ 17 പടവുകളിൽ 13-ലെയും ബണ്ടുകൾ കയർ ഭൂവസ്ത്രമണിഞ്ഞു കഴിഞ്ഞു. ബണ്ടുകളിൽ വെള്ളം കയറിയാലും മറ്റും ഇടിഞ്ഞു പോകാതിരിക്കാനും ബണ്ടുകൾക്ക് ബലം നൽകാനുമാണ് മുകൾ വശം കയർ ഭൂവസ്ത്രം അണിയിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150-ലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കയർ ഭൂവസ്ത്രം വിരിക്കൽ പ്രവർത്തനത്തിലേർപ്പെട്ടത്. ആദ്യം മണ്ണടിച്ച് ബണ്ട് ബലപ്പെടുത്തിയ ശേഷം കയർ ഭൂവസ്ത്രം മുകളിൽ വിരിക്കും. മുളംകുറ്റികൾ കൊണ്ട് നിർമ്മിച്ച മുളയാണികൾ ഉപയോഗിച്ച് ഇവ വലിച്ചുകെട്ടി ഉറപ്പിക്കും. തുടർന്ന് ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കയർ ഭൂവസ്ത്രത്തെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നതാണ് രീതി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്തൂർ മനക്കൊടി പടവിൽ 3 കിലോമീറ്ററോളം KLDCയുടെ ബണ്ട് റോഡാണ് കയർ ഭൂവസ്ത്രം വിരിച്ച് പൂർത്തിയാകുന്നത്. 2 മാസമായി ഇവിടെ മാത്രം 50-ൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കൂലിയടക്കം 25 ലക്ഷമാണ് ഈ പടവിൽ മാത്രം ചിലവ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 13ഓളം വരുന്ന പടവുകളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് ഏകദേശം 1.5 കിലോമീറ്ററോളം കയർ ഭൂവസ്ത്രം വിരിച്ചു കഴിഞ്ഞു. 2 മാസമായിട്ട് നമ്മുടെ തൊഴിലാളികൾ, ഒരു 155ഓളം വരുന്ന തൊഴിലാളികൾ നമ്മളുടെ പടവുകളിൽ പണിയെടുക്കുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിലെ തന്നെ കൈപ്പള്ളി വെളുത്തൂർ അകമ്പാടത്തും സമാന രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെയും ചാലിന്റെ ഇരുവശത്തുമുള്ള ബണ്ടിലാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ 200-ാം മാസാദ്യ ശനിയാചരണം ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6:30-നുള്ള വിശുദ്ധ ദിവ്യബലിക്ക് ശേഷം മാതാവിന്റെ പ്രത്യേക വഴിപാടായ കിരീട സമർപ്പണം നടക്കും. 10:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ദിജോ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5000-ഓളം പേർക്ക് നേർച്ചയൂട്ടം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ഫാദർ അജിത് കൊള്ളനൂർ, CA ദേവസി, CT നിജോ, CJ ലിജു, KP ജോസ്, CC ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നേർച്ച പായസം ഒരുങ്ങുന്നു. വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്ര, ഫാദർ സെബാസ്റ്റ്യൻ തെക്കേ തെച്ചേരി, തിരുനോൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബെന്നി കാലക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാമദാസ് ആലുവയുടെ നേതൃത്വത്തിലുള്ള പാചക വിദഗ്ധരാണ് 25,000-ഓളം പാക്കറ്റ് നേർച്ച പായസം തയ്യാറാക്കുന്നത്. ജൂൺ 11-നാണ് ഊട്ടുതിരുനാൾ.
എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ തിരുഹൃദയ തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ജോഷി ആളൂർ കൊടികയറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ സഹകാർമ്മികനായി. ജൂൺ 6, 7 തീയതികളാണ് തിരുനാൾ. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച നേർച്ചയൂട്ടുണ്ടാകും. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റുപുഴ പോസ്റ്റ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. ചേറ്റുപുഴ ഡിവിഷൻ കൌൺസിലർ റെജീന ജിപ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് BL ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MR രാജൻ, KA മനോജ് കുമാർ, PV രാധാകൃഷ്ണൻ, PR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. KK ബാബുരാജിനെ പ്രസിഡന്റായും KV ശരത്ചന്ദ്രനെ സെക്രട്ടറിയായും KO ആന്റണിയെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. CPM മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി VK രാജിന്റെയും മുൻ MLA US ശശിയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ആദ്യകാല നേതാവ് CA വിജയന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ US സ്മാരക പുരസ്കാരം നൽകി. KV വസന്തകുമാർ, BR സുനിൽകുമാർ MLA, VM വത്സൻ, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആർത്തവ ശുചിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കില സംഘടിപ്പിച്ച ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ, കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത, ഡോക്ടർ AK ജയശ്രീ, യൂണിസെഫ് പ്രതിനിധി അനന്യ ഘോഷാൽ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തങ്കോട് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഇയാൾ സ്വദേശി യദുകൃഷ്ണനാണ് പരിക്കേറ്റത്. പന്നിത്തടം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്തിൽ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൂട്ടായ്മ രൂപീകരിച്ചു. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സഹായധനം സമാഹരിച്ചു നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഘടനാ രൂപീകരണ ചടങ്ങിൽ നിർധനരായ 10 കിടപ്പ് രോഗികൾക്ക് 5000 രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു. പ്രസിഡന്റായി സുഭാഷ് അരിമ്പൂർ, സെക്രട്ടറിയായി KP മനു, ട്രഷററായി KE ഉമേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രവേശനോത്സവത്തിനായി മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പുളിമുത്തശ്ശി അണിഞ്ഞൊരുങ്ങി. 110 വർഷം പഴക്കമുള്ളതാണ് പുളിമരം. മരത്തിന് ചുറ്റും PTA മറ്റ് ജീവനക്കാരും ചേർന്ന് മതിലും താഴെ ഇരിപ്പിടങ്ങളും നിർമ്മിച്ചു. മതിലിൽ വർണ്ണചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈറ്റയിലും മുളയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിശീലനം തോന്നൂർക്കരയിൽ തുടരുന്നു. സ്റ്റേറ്റ് ബാംബു മിഷന്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ ഡിസംബറിൽ കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. സംസ്ഥാന ബാംബു മിഷന്റെ കീഴിൽ 15 പേരാണ് പരിശീലനം നേടുന്നത്. പരിശീലനം വെള്ളിയാഴ്ച സമാപിക്കും. ഈ 14 ദിവസം കൊണ്ട് ഒരു 15ഓളം പേരടങ്ങുന്ന ടീം ചെയ്ത ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവരാദ്യത്തെ കുറച്ച് പഠനവും കാര്യങ്ങളായിട്ട് മുന്നേ ഇത് ചെയ്ത് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പം വ്യത്യസ്തമായിട്ട് കുറേ സാധനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു 13 ദിവസം കൊണ്ട്. കേവലം ഒരു യൂണിറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു പ്ലാനിങ്. അപ്പം അതിനെ എല്ലാവരും സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമസ് ആണ്. ഒപ്പം കേരള സ്റ്റേറ്റ് ബാംബു മിഷന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇതൊരു യൂണിറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, നിലനിർത്തണം. ഒരുപാട് വർഷങ്ങളായിട്ട് വെറ്റില കൊട്ട ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പുതിയ തലമുറ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്.
ചന്ദ്രാപിനി ഹലുവ തെരുവ് സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സൗഹാർദ്ദ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കൾക്കാണ് അവാർഡ് വിതരണം ചെയ്തത്. കൂട്ടായ്മ പ്രസിഡന്റ് ബഷീർ കോയ, സെക്രട്ടറി PA നൌഷാദ്, AA ഷാനവാസ്, KK ഷമീർ, ഷാജഹാൻ, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. നീലങ്കാവിൽ കുടുംബങ്ങളുടെ ജില്ലാതല സംഗമവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് വിതരണവും ജൂൺ 2-ന് പരടിയം സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ബാബു F നീലങ്കാവിൽ, സെക്രട്ടറി റാഫി, NO ജോർജ്, ജോസ്, NP പോൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ വിറ്റ VC 490 987 നമ്പർ ടിക്കറ്റിന്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പരിശോധന തുടരുമെന്ന് മേയർ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ദിവസത്തിനകം കാലവർഷം എത്തും. ഇത്തവണ സാധാരണയിൽ കവിഞ്ഞ് കനത്ത മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. ശ്രീനാരായണപുരം കല്ലുംപുറം പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.